ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഷാറൂഖ് ഖാന്റെ ചിത്രങ്ങൾ ആദ്യത്തെ 5 ഏതാണെന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 5-ാം സ്ഥാനത്തുള്ള ചിത്രം ദിൽവാലയാണ്. ദിൽവാലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 370 കോടിയോളമാണ് നേടിയത്. 4-ാം സ്ഥാനത്തുള്ള ചിത്രം ചെന്നൈ എക്സ്പ്രസ് ആണ്. ചെന്നൈ എക്സ്പ്രസ് 390 കോടിയോളം നേടി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാവുകയായിരുന്നു. 3-ാം സ്ഥാനത്തുള്ള ചിത്രം ഡങ്കിയാണ്. ഡങ്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 420 കോടി രൂപയാണ് നേടിയത്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റായിരുന്നു. അന്ന് സലാറിനൊപ്പം ക്ലാഷ് റിലീസ് ആയിരുന്നു ഡങ്കി. 2-ാം സ്ഥാനത്തുള്ള ചിത്രം പത്താനാണ്. പത്താൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 45 കോടിയോളം നേടിയിരുന്നു. ഷാറൂഖ് ഖാന്റെ കരിയറിൽ ആദ്യത്തെ 1000 കോടി ചിത്രമായിരുന്നു പത്താൻ. 1-ാം സ്ഥാനത്തുള്ള ചിത്രം അറ്റ്ലിയുടെ സംവിധാനത്തിലെത്തിയ ജവാനാണ്. ഒരുപാട് സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ, അതാണ് ജവാൻ. ജവാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1145 കോടിയോളം നേടിയിരുന്നു. ഷാറൂഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം, ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുമായിരുന്നു ജവാൻ. ജവാൻ 1145 കോടിക്ക് മുകളിൽ നേടിയിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും. അപ്പോൾ ഈ 5 ചിത്രങ്ങളാണ് ഷാറൂഖ് ഖാന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ. ജവാൻ, പത്താൻ, ഡങ്കി, ചെന്നൈ എക്സ്പ്രസ്, ദിൽവാലെ. ഇതിൽ തന്നെ ഒരു വർഷം തന്നെ 2000 കോടി ക്ലബ്ബിൽ കയറി എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഒരു വർഷം 2000 കോടി ക്ലബ്ബിൽ കയറുന്നത്. പത്താനും ജവാനും 1000 കോടി ക്ലബ്ബിൽ കയറിയിരുന്നു. അപ്പോൾ ഈ 5 ചിത്രങ്ങളാണ് ഷാറൂഖ് ഖാന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അമീർ ഖാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.